ഇംഗ്ലണ്ടിന് ഇതേപോലെ തന്നെ പെട്ടിയിലാക്കിയിട്ട് പറഞ്ഞേക്കും. വാമോസ് അർജന്റീന. ഇന്ന് കമ്മിറ്റി ടീം അല്ലേ, കംബാക്ക് അടിപൊളി അടിപൊളി 3 ഗോൾ അടിപൊളി. പിള്ളേർ കളിക്കണ്ടില്ലേ, ഞങ്ങൾ ടീമായിരുന്നു. മെസ്സി സെമിഫൈനലിൽ ജയിക്കും. അർജന്റീന ഈ വർഷത്തെ ലോകകപ്പ് സെമിഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. അവസാന നിമിഷം വരെ അത്യന്തം ആവേശകരമായ ഒരു മത്സരം സ്വിറ്റ്സർലാൻഡിനെ 3-1 പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മത്സരം. സൂപ്പർ സൂപ്പർ, നല്ല കളി, നല്ല കളിച്ചുണ്ട്. ഒരു കുഞ്ഞു ആരാധകൻ വന്നിട്ടുണ്ട്. പൊളിച്ച്, നമ്മളിന്ന് പൊളിച്ചില്ലേ? മെസ്സിയാണെന്ന് അടിക്കണമെന്നാണ് പറയുന്നത്. മെസ്സി അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3-1. കാരണം 120 മിനിറ്റ് നീണ്ടു നിന്ന ആ ഒരു മത്സരം, ആ മത്സരത്തിൽ ഉടനീളം നീണ്ടു നിന്ന ആവേശം. അടിപൊളി അടിപൊളി 3 ഗോൾ അടിപൊളി അടിപൊളി. ടീം തന്നെ അടിപൊളി. അറിയാലോ എപ്പോഴും പറയണ വിമർശനമാണ് മെസ്സി മെസ്സി ഇല്ലെങ്കിൽ പിള്ളേർ കളിക്കണ്ടില്ലേ, ഞങ്ങൾ ടീമായിരുന്നു. മെസ്സി സെമിഫൈനലിൽ ജയിക്കും. അതാണ് അർജന്റീനയ്ക്ക് ജയിക്കാൻ മെസ്സിയുടെ ഗോള് തന്നെ വേണമില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി. എപ്പോഴും മെസ്സിയാണ് ഗോൾ അടിക്കുന്നതെന്നാണ് പറഞ്ഞത്. എപ്പോഴും വേണ്ടല്ലോ. മെസ്സി ഇല്ലെങ്കിലും ഗോൾ അടിക്കും. ഗോളടിക്കും. എങ്ങനെ പോകണം ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നമുക്ക് തന്നെ കപ്പ് തൂക്കും. ഈ ടീമിനെ ആരും അളക്കാനൊരു ടീം ആയിട്ടില്ല. ലോക ചാമ്പ്യന്മാരെ നിലവാരത്തിൽ കളിക്കും. ഇംഗ്ലണ്ടിന് ഇതേപോലെ തന്നെ പെട്ടിയിലാക്കിയിട്ട് പറഞ്ഞേക്കും. വാമോസ് അർജന്റീന. ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് പുതിയ പാലത്താണ്. ഇവിടെ എല്ലാം നീണ്ടു നിന്ന ഒരു നീലക്കടൽ, അകത്ത് തെങ്ങി ഞെരിഞ്ഞിരുന്ന നീലക്കടൽ പുറത്തേക്ക് ഒഴുകിയിറങ്ങുകയാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ് ആരാധകരെല്ലാം. വലിയ അർജന്റീന ഇല്ല എന്നുള്ളൊരു വിമർശനം ഉണ്ടായിരുന്നു. അതെല്ലാം തിരുത്തി. ലൗട്ടാറോ മാർട്ടിനസും ആൽവാരസും ഗോൾ അടിച്ചു. അപ്പൊ മെസ്സി ഇല്ലെങ്കിൽ നമുക്ക് അർജന്റീന മുന്നോട്ട് പോകും. 120 മിനിറ്റോളം നീണ്ടു നിന്ന ഒരു ആവേശകരമായ കളി. അർജന്റീന എങ്ങോട്ട് പോയിട്ടില്ല. ഇപ്രാവശ്യത്തെ കപ്പ് അർജന്റീന. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ഇന്നത്തെ കളി? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കളി? ഇപ്രാവശ്യം വേൾഡ് കപ്പ് നമുക്ക് തന്നെ. നല്ല പെർഫോമൻസ്, നല്ല കളിയായിരുന്നു. സെക്കൻഡ് 30 മിനിറ്റ്സ് ആ കിട്ടിയോടുകൂടി പിന്നെ ലാസ്റ്റ് 15 മിനിറ്റ്സിൽ കളി പൂർണ്ണമാക്കുന്നത് വളരെ നല്ല അടിപൊളി ഒരു മത്സരം തന്നെയായിരുന്നു. നമ്മളെപ്പോലെയുള്ള അർജന്റീനയുടെ ആരാധകരെല്ലാരെയും അത് തന്നെയാണ്. ഏത് ടീമിന്റെ ഫാനാ? ഇംഗ്ലണ്ടിന്റെ ടീമാണ്. ഇംഗ്ലണ്ടിന്റെ ടീം അടുത്ത കളി ജയിക്കുന്നു. അതൊരു ആരാധന. 90 മിനിറ്റ് ബ്രസീലുകാര് പോർച്ചുഗൽക്കാരൊക്കെ മൊത്തത്തിൽ ഉറങ്ങിപ്പോയി. കംചന്റെ കംബാക്ക് ആണ് 2 കളി നമ്മൾ കണ്ടത്. ഇനി അങ്ങോട്ട് ഇംഗ്ലണ്ടിന്റെ കൂടുതലും ശക്തമായിട്ട് കളിക്കും. ഇല്ലെങ്കിലും അർജന്റീന അടിക്കും ഗോൾ. തീർച്ചയായിട്ടും അതെ, അവസാനം വരെ ആവേശം നിറഞ്ഞുന്ന ഒരു കളി തന്നെയാണ് ഇന്ന് ലോകം കാത്ത് ഇരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ആരാധകരെല്ലാം അർജന്റീനയുടെ ആരാധകരാണ്. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരാധകരാണ് ഈ പുതിയ പാലം സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തു വന്നത്. എന്തായാലും അത്യന്തം ആവേശകരമായ ഒരു കളി. മെസ്സി ഇല്ലെങ്കിലും മെസ്സിയുടെ പടമുണ്ട്. അല്ലെ, അടിപൊളിയായിരുന്നു. അർജന്റീന ഫൈനൽ അർജന്റീന വരും. വേറൊരു ടീമിന്റെ ഏത് ടീമിന്റെ ആരാധകനാ? പോർച്ചുഗലാണോ? പോർച്ചുഗലാണ്. ഇപ്രാവശ്യം അർജന്റീന കളി അർജന്റീന കപ്പടിക്കൂ? റൊണാൾഡോ പോയതിന്റെ ഒരു വിഷമമുണ്ടല്ലേ? കുഴപ്പമില്ല, പോട്ടെ. നമുക്ക് എന്തായാലും അർജന്റീന കപ്പടിക്കുമെന്ന് തന്നെയാണ് പോർച്ചുഗൽ ഫാനായ കുഞ്ഞാരാധകൻ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ പുതിയ പാലം സ്റ്റേഡിയം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന സെമിയിൽ ഇംഗ്ലണ്ടിനെയാവും നേരിടാൻ പോകുന്നതെന്നുള്ളതായിരിക്കും പ്രാഥമികമായ വിലയിരുത്തൽ. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് ഇന്ന് അർജന്റീന ടീം കാത്തുവെച്ചത്.